ഒരു അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണെന്ന് തന്നെ പറയാം. കാരണം എല്ലാ ഇൻഫർമേഷൻ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. നിങ്ങൾ അത് വിവേകപൂർവ്വം ഡിസേൺമെന്റ് ആണ്, തിരിച്ചറിവാണ് ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം കൂടുതലും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വിറ്റ് പോകുന്നത് നുണയാണ്. നുണയും പിന്നെ അർദ്ധസത്യങ്ങളും വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് സത്യം മനസ്സിലാക്കുകയാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ വിവേകം, വിസ്ഡം, ബൈബിളിലെ ശലോമോൻ ദൈവത്തിനോട് ചോദിച്ചതുപോലെ അറിവ്, തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താ ഗുണം ചെയ്യുന്നത്, എന്താ ദോഷം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള തിരിച്ചറിവാണ് നിങ്ങൾ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ഈ സത്യസന്ദേശം നൽകിക്കഴിഞ്ഞു. ആ പ്രസംഗത്തിൽ ഉടനീളം പാദസഖ്യത്തിന്റെ സന്ദേശം തന്നെയാണ് മാഡം പറഞ്ഞത്. കഠിനാധ്വാനികളാണ്, സ്ഥിരോത്സാഹമുള്ളതാണ്. അവിടെയാണ് സഖ്യ സന്ദേശം. സഖ്യത്തിന്റെ മോട്ടോ തന്നെ വീശുന്നതാണ് ഞങ്ങൾ സേവനത്തിന് അധ്വാനിപ്പേ. മൂന്നാമത് മാഡം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു സോളറിന്റെ ബൈബിളിലെ ആ ഒരു പോർഷൻ, ആ ഒരു ഉദാഹരണം എടുത്തിട്ട് അതല്ല വേണ്ടത്. പിന്നെയോ അതിനെ പറഞ്ഞത് പറയാമോ? അറിവല്ല വേണ്ടത്, പിന്നെ എന്തറിവ് വേണമെന്ന് പറഞ്ഞത് പ്രസംഗം ശ്രദ്ധിച്ചവർക്ക് പറയാൻ പറ്റും. തിരിച്ചറിവ് വേണമെന്നാണ് പറഞ്ഞത്. തിരിച്ചറിവ്, വിവേകം. അറിവ് എല്ലാവർക്കും സമ്പാദിക്കാൻ പറ്റും. പക്ഷേ തിരിച്ചറിവ് എന്ന് പറയുന്നത് വിരളമാണ്, അപൂർവമാണ്. ആ ഉള്ള അറിവ്, തിരിച്ചറിവിലൂടെ മറ്റെല്ലാ സിദ്ധികളും നമ്മെ തേടി വരും, നമുക്ക് കരകതമാകും. അപ്പോൾ അതിന് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് അതിൻ്റെ ഭാഗം.